ഹായ് എവ്രിവൺ. ഞാൻ ആദ്യമായിട്ടാണ് ട്ടോ മസ്ക് മെലൺ വാങ്ങിക്കണത്. അത് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ചതി മനസ്സിലായത്. ഒട്ടും പഴുത്തിട്ടില്ല. അപ്പൊ പിന്നെ ഇത് വെച്ച് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. ഒരു കഷ്ണം കഴിച്ചു നോക്കിയപ്പോൾ അധികം ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല. എന്നാ പിന്നെ ഇത് വെച്ച് ഒരു കറി ഉണ്ടാക്കാന്ന് കരുതി. ഈ മത്തങ്ങ, വെള്ളിരിക്ക, കുമ്പളങ്ങ ഇതിന്റെയൊക്കെ സെയിം ഫാമിലി പെട്ട ഒന്ന് തന്നെയല്ലേ മസ്ക് മെലണും. എന്നാ പിന്നെ ഇത് വെച്ചിട്ട് ഒരു സിമ്പിൾ മോരുകറി തന്നെ ഉണ്ടാക്കാം എന്ന് കരുതി. അപ്പോൾ അതിന്റെ റെസിപ്പിയിലേക്ക് ഒന്ന് പോവാം. മസ്ക് മെലൺ ഞാനൊരു 1/4 പോർഷൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ക്യൂബ്സ് ആക്കി മുറിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അത് ഓപ്ഷണൽ ആണ്. ഇതിപ്പോ പഴുത്ത മസ്ക് മെലൺ ആണെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടെ ആ മോരുകറിക്ക് ടേസ്റ്റ് കൂടും അതിന് വേണ്ടിയിട്ടാണ്. ഇനി 2 കപ്പ് ആവശ്യത്തിന് പുളിയുള്ള തൈര് കട്ടയൊക്കെ മാറ്റി 1/4 ഗ്ലാസ് വെള്ളത്തിൽ നേർപ്പിച്ചത് അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. തിള വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർക്കാം. തേങ്ങ ചേർക്കാത്ത മോരുകറിയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ട്ടോ. അഥവാ തേങ്ങ നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ജീരകം ചേർത്ത് അരയ്ക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം. അതാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഇതിന് ഫ്ലേവർ കൊടുക്കണത്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ താളിച്ചിടാം. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ മോരുകറി റെഡിയായി. ഞാൻ ചെനച്ച പപ്പായ വെച്ചിട്ടുള്ള മോരുകറി കഴിച്ചിട്ടുണ്ട്. ഇതിനും സിമിലർ ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. സമ്മർ സീസണും നൊയമ്പ് കാലം ആയതുകൊണ്ട് ഈ ഒരു ഫ്രൂട്ട് എല്ലാവരുടെയും വീട്ടിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ണം എടുത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമന്റ് ചെയ്യുക. ഇത് ഞാൻ സെർവ് ചെയ്തത് ബ്രിഞ്ചാൾ ഫ്രൈയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ചേർത്താണ്. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. പുതിയ പുതിയ പരീക്ഷണങ്ങളായിട്ട് ഇനി അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു.